ആഫ്രിക്കയിലെ സവാനയിൽ സൂര്യൻ മെല്ലെ ഉദിച്ചു. പുല്ലുകൾക്ക് സ്വർണ്ണനിറം പകർന്ന് കാറ്റ് അകേഷ്യ മരങ്ങളെ തഴുകി. പ്രാണികൾ മൂളി. ഒരു സീബ്ര അകലെ കരഞ്ഞു. ഈ ഭൂമിയിൽ ജീവൻ തുടിച്ചു. ഒരു വലിയ അകേഷ്യ മരത്തിന്റെ തണലിൽ ബിരുഡി എന്ന സിംഹരാജൻ നിന്നു. അവന്റെ കഴുത്തിലെ രോമങ്ങൾ കരിഞ്ഞ മണ്ണിന്റെ നിറത്തിൽ കാറ്റിലാടി. വാർദ്ധക്യം അവനെ തൊട്ടിട്ടില്ല, പക്ഷേ ശക്തി അവന്റെ ഓരോ ചലനത്തിലും പ്രകടമായിരുന്നു. അവന്റെ പേര് ഇടിമുഴക്കം എന്നർത്ഥം വരുന്ന ബിരുഡി റേഞ്ചർമാർക്കും വന്യജീവികൾക്കുമിടയിൽ ഒരു ഇതിഹാസമായിരുന്നു. അവന്റെ പിന്നിൽ 3 സിംഹിനികൾ വിശപ്പോടെ എന്തിനും തയ്യാറായി നിന്നു. ദിവസങ്ങളായി അവർക്ക് ഭക്ഷണം കിട്ടിയിരുന്നില്ല. ബിരുഡിയുടെ കണ്ണുകൾ സവാനയിലൂടെ അലഞ്ഞു. അകലെ ഒരു ഇംബാല മാൻ പുല്ലു തിന്നുന്നത് അവൻ കണ്ടു. അതു ഒറ്റയ്ക്കായിരുന്നു, വേഗമുള്ളതും എപ്പോഴും ജാഗ്രതയോടെ. ഒരു സൂചനയും കൂടാതെ ബിരുഡി നിലത്തേക്ക് ചാഞ്ഞു. അവന്റെ പേശികൾ മുറുകി. സിംഹിനികൾ ഇരുവശത്തേക്കും ചിതറി. പിന്നെ ആക്രമണം തുടങ്ങി. ബിരുഡി മുന്നോട്ട് ചാടി, ഇടിമുഴക്കം പോലെ. അവന്റെ കാലുകൾ ഭൂമിയിൽ ആഞ്ഞടിച്ചു. ഇംബാല വൈകി ശബ്ദം കേട്ടു. അത് ചാടി കുറ്റിക്കാടുകളെ മറികടന്ന് സിക്സാഗ് രീതിയിൽ ഓട്ടി. സിംഹിനികൾ പിന്നിൽ നിന്ന് വളഞ്ഞു. പക്ഷേ ബിരുഡി അഹങ്കാരത്തോടെ ഒറ്റയ്ക്ക് വേട്ടയാടാൻ തീരുമാനിച്ചു. നിലം താഴ്ന്നും ഉയർന്നും പോയി. ഇംബാല ഒരു ചെറിയ കുഴിക്ക് മുകളിലൂടെ ചാടി. പിന്നെ ഒരു വി ആകൃതിയിലുള്ള അകേഷ്യമരത്തിലേക്ക് ഓട്ടി. മരത്തിന്റെ 2 കൊമ്പുകൾ താഴെ വേർപിരിഞ്ഞ് ഒരു ഇടുങ്ങിയ വിടവുണ്ടാക്കിയിരുന്നു. ഇംബാല വേറെ വഴിയില്ലാതെ ആ വിടവിലൂടെ കടന്നു. അതിന്റെ മെലിഞ്ഞ ശരീരം എളുപ്പത്തിൽ കടന്നുപോയി. പക്ഷേ ബിരുഡി പിന്തുടർന്നു. അവൻ ചാടി നെഞ്ചു മുന്നോട്ട്. പക്ഷേ ആ മരം രാജാക്കന്മാർക്ക് വേണ്ടി ഉണ്ടായതല്ല. അവന്റെ വീതിയേറിയ തോളുകൾ വിടവിലുടക്കി. ഒരു ശക്തമായ മുഴക്കത്തോടെ അവൻ മരത്തിന്റെ വിടവിൽ കുടുങ്ങി. പിന്നിലെ കാലുകൾ മരത്തിന്റെ തൊലിയിൽ ഉരഞ്ഞു. പക്ഷേ അവന് അനങ്ങാൻ കഴിഞ്ഞില്ല. ഇംബാല സവാനയിലേക്ക് മറഞ്ഞു. ബിരുഡി ഗർജിച്ചു. ആ ശബ്ദം സവാനയെ കീറി. അവൻ പിടഞ്ഞു. നഖങ്ങൾ മരത്തിലാഴ്ത്തി വാൽ ശക്തിയായി ആടി. പക്ഷേ അവന് മോചനമില്ലായിരുന്നു. സിംഹിനികൾ എത്തി ആശയക്കുഴപ്പത്തോടെ. അവർ മരത്തിനു ചുറ്റും വട്ടം കറങ്ങി. ഒരാൾ അവന്റെ വശത്ത് മെല്ലെ തട്ടി. മറ്റൊരാൾ മരത്തിൽ കൈവച്ചു. മൂന്നാമത്തവൾ അവന്റെ കഴുത്തിലെ രോമം മെല്ലെ വലിച്ചു. പക്ഷേ ഒന്നും ഫലിച്ചില്ല. ബിരുഡി വീണ്ടും ഗർജിച്ചു. ഇത്തവണ ദേഷ്യത്തിനൊപ്പം നിസ്സഹായതയും. സവാന ശാന്തമായി. സിംഹിനികൾ ജാഗ്രതയോടെ മരത്തിനു ചുറ്റും കാവൽ നിന്നു. ബിരുഡിയുടെ നെഞ്ച് ഉയർന്നു താഴ്ന്നു. അവന്റെ കണ്ണുകളിൽ നിരാശ തെളിഞ്ഞു. ഇതുവരെ അവൻ ഒരിക്കലും ഇങ്ങനെ ദുർബലനായിട്ടില്ല. സമയം കടന്നുപോയി. കാറ്റ് അവന്റെ ഗന്ധം ദൂരേക്ക് കൊണ്ടുപോയി. പെട്ടെന്ന് ഒരു മുഴക്കം കേട്ടു. ഒരു റേഞ്ചർ ട്രക്ക് പച്ച നിറത്തിൽ ഒരു മലമുകളിൽ നിന്ന് മെല്ലെ താഴേക്ക് വന്നു. 3 പേർ ഇറങ്ങി. ജോനാസ്, കോഫി, ഡാനിയൽ. അവർ ബിരുഡിയെ കുടുങ്ങിയ നിലയിൽ സിംഹിനികളാൽ ചുറ്റപ്പെട്ട് കണ്ടു. നോക്കൂ, അവൻ ശരിക്കും കുടുങ്ങി, ജോനാസ് മന്ത്രിച്ചു. ഈ മൂവരും വനത്തിന്റെ താളം അറിയുന്നവരാണ്. ആനകളെ കെണിയിൽ നിന്ന് മോചിപ്പിച്ചവർ, പാമ്പുകളെ ഗ്രാമങ്ങളിൽ നിന്ന് മാറ്റിയവർ പോലും കാട്ടിൽ പശുക്കിടാവിന്റെ പ്രസവം നടത്തിയവർ. പക്ഷേ ഇതുപോലൊരു കാഴ്ച ഒരു സിംഹരാജൻ അകേഷ്യ മരത്തിൽ കുടുങ്ങിയത് അവർ ഒരിക്കലും കണ്ടിട്ടില്ല. ജോനാസ് മുന്നോട്ട് നിന്നു. ശാന്തമായി, നേരിട്ട് കണ്ണിൽ നോക്കരുത്, അവൻ പറഞ്ഞു. കോഫി ഒരു ട്രാങ്ക്വിലൈസർ തോക്ക് തോളിലിട്ടു. ആക്രമണത്തിനല്ല, സുരക്ഷയ്ക്ക്. ഡാനിയൽ ഒരു ചെയിൻസോ കയ്യിൽ പിടിച്ചു. ശാന്തമായി. അവർ മെല്ലെ നടന്നു. ശാന്തമാകൂ, ബിരുഡി എന്ന് മന്ത്രിക്കുന്നുണ്ടായിരുന്നു. സിംഹിനികൾ മുരണ്ടു, വാലുകൾ വീശി. ബിരുഡി തല ഉയർത്തി. ഒരു നിമിഷം ജോനാസിനെ നോക്കി, പിന്നെ തല താഴ്ത്തി. അവർ 5 മീറ്റർ അകലെ നിന്നു. ഉപകരണങ്ങൾ മെല്ലെ താഴെ വെച്ചു. നമുക്ക് മരത്തിന്റെ അടിഭാഗം മുറിക്കാം, ജോനാസ് പറഞ്ഞു. ഡാനിയൽ മരത്തിന്റെ അടുത്ത് മുട്ടുകുത്തി. മുകളിൽ കുടുങ്ങിയ ബിരുഡിയെ ഒന്ന് നോക്കി. കോഫി തോക്കുമായി സിംഹിനികളെ ശ്രദ്ധിച്ചു. ചെയിൻസോ ഗർജിച്ചു. ആ ശബ്ദം സവാനയിൽ പടർന്നു. സിംഹിനികൾ ഒരു പടി മുന്നോട്ട് വെച്ചു, മുരണ്ടു. ജോനാസ് കൈകൾ ഉയർത്തി. ശാന്തമാകൂ, ഇത് ശബ്ദം മാത്രമാണ് എന്ന് പറഞ്ഞു. ബിരുഡി ഒന്ന് പിടഞ്ഞു. മരത്തിൽ നഖങ്ങൾ ആഴ്ത്തി, പക്ഷേ അനങ്ങിയില്ല. ഡാനിയൽ മരത്തിന്റെ അടിഭാഗം മുറിച്ചു. മരപ്പൊടി പുല്ലിലേക്ക് വീണു. കോഫി ഒരു കണ്ണ് സിംഹിനികളിൽ, ഒരു വിരൽ ട്രിഗറിന് അടുത്ത്. അവനോട് സംസാരിച്ചോ, ഡാനിയൽ വിളിച്ചു പറഞ്ഞു. ശരി, ബിരുഡി കുറച്ചുകൂടി പിടിച്ചു നിൽക്കൂ, ജോനാസ് പറഞ്ഞു. പെട്ടെന്ന് ഒരു പൊട്ടൽ. മരം വിണ്ടു. വിടവ് വലുതായി. ബിരുഡിയുടെ മുൻകാല് മുന്നോട്ട് വീണു. അവൻ വരുന്നു, ജോനാസ് വിളിച്ചു. ഒരു അവസാന മുറി.
മരം പിളർന്നു. ബിരുടി ഒരു ഗർജനത്തോടെ മുന്നോട്ട് വീണു. 4 കാലിൽ അവനിറങ്ങി ശക്തമായി. എല്ലാം നിശ്ചലമായി. ചെയിൻസോ നിന്നു. പൊടി സ്വർണ്ണ വെളിച്ചത്തിൽ നിന്നു. റേഞ്ചർമാർ ശ്വാസമടക്കി നിന്നു. ബിരുടി അവരെ നോക്കി. അവന്റെ നെഞ്ച് ഉയർന്നു താഴ്ന്നു. പക്ഷേ അവൻ ആക്രമിച്ചില്ല. ഒരു നിമിഷം അവൻ ഒരു രാജാവിന്റെ ഗാംഭീര്യത്തോടെ അവരെ നോക്കി. പിന്നെ അവൻ തല തിരിച്ചു. സിംഹിനികൾ നിശബ്ദമായി അവന്റെ അടുത്തേക്ക് വന്നു. ഓരോരുത്തരും അവന്റെ നെറ്റിയിൽ മുഖം ഉരസി അവന്റെ വശങ്ങളിൽ ചേർന്നു. അത് ഒരു ആചാരം പോലെയായിരുന്നു, ഒരു രാജാവിന്റെ തിരിച്ചുവരവ്. അവൻ നടന്നു, ഓരോ ചുവടും ഗാംഭീര്യമുള്ളത്. സിംഹിനികൾ പിന്തുടർന്നു, ഒരു ഘോഷയാത്ര പോലെ. റേഞ്ചർമാർ ഒന്നും പറഞ്ഞില്ല. ഇത് വേറെ രീതിയിൽ പോയേനെ, ഡാനിയൽ ഒടുവിൽ പറഞ്ഞു. അവൻ ഇതോർക്കും. ജോനാസ് അകലുന്ന സിംഹങ്ങളെ നോക്കി മന്ത്രിച്ചു. ട്രക്ക് മെല്ലെ തിരിച്ചു. പുല്ലിലൂടെ ഓട്ടി. അവരുടെ ചക്രപ്പാടുകൾ മെല്ലെ മായുന്നു. പിന്നിൽ പിളർന്ന അകേഷ്യമരം ഒരു സ്മാരകം പോലെ നിന്നു. അകലെ ബിരുടിയും അവന്റെ കൂട്ടവും ചൂടിൽ മങ്ങുന്ന ചക്രവാളത്തിൽ ലയിച്ചു. ഈ കഥ ശക്തി മാത്രമല്ല, കരുണയും ധൈര്യവും പ്രധാനമാണെന്ന് നമ്മെ ഓർമ്മിപ്പിക്കുന്നു. ബിരുടിയെ മോചിപ്പിച്ചത് അവന്റെ ശക്തിയല്ല, മനുഷ്യരുടെ ശാന്തമായ തീരുമാനമാണ്. നമുക്ക് ഈ രീതിയിൽ ചിന്തിക്കാം, അല്ലേ? പ്രകൃതിയുടെ ഭാഗമായി അതിനെ ജയിക്കാനല്ല, കാത്തുസൂക്ഷിക്കാനാണ് നാം വിളിക്കപ്പെട്ടിരിക്കുന്നത്.